ഹലോ ഗൈസ്, എല്ലാവർക്കും സെല്ലുലാർ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം വാട്സപ്പിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റിക്കറാണ് ആനിമേറ്റഡ് സ്റ്റിക്കർ. അപ്പം നമ്മുടെ ഫോണിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് എങ്ങനെ ഒരു ആനിമേറ്റഡ് സ്റ്റിക്കർ നിർമ്മിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. മാത്രമല്ല, നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം 20,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ കൗണ്ടും ഒക്കെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇനി നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ഒരു വീഡിയോ ജസ്റ്റ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ഇറങ്ങുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ വാട്സപ്പിലെ ഒരു ആനിമേറ്റഡ് സ്റ്റിക്കർ എങ്ങനെയാണ് എനേബിൾ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് എടുത്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കറിൻ്റെ സെക്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും. ആ ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ സ്റ്റിക്കറിൻ്റെ ഒരു സ്റ്റോറിലോട്ട് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ ആ ഒരു സിമ്പിളുള്ള സ്റ്റിക്കർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണിച്ചു തരാം. ആ ഒരു വീഡിയോയുടെ സിമ്പിളുള്ള ആ ഒരു സ്റ്റിക്കർ പാക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇതല്ലാതെ നമുക്ക് നമ്മുടെ വീഡിയോസ് വെച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, സിമ്പിളായിട്ടുള്ള 4 സ്റ്റെപ്പിലൂടെ നമുക്ക് ഈ ഒരു ആനിമേറ്റഡ് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ആ ഒരു വീഡിയോ കണ്ടുപിടിക്കുക. നമ്മൾ ഏതാണോ ആനിമേറ്റഡ് സ്റ്റിക്കറായിട്ട് എടുക്കാൻ നോക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുക. ഇപ്പം ഈ ഒരു പാർട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. അപ്പം നമുക്ക് ആ വേണ്ട പാർട്ട് മാത്രം എടുക്കുക. ഇപ്പോൾ ഒരു 6 സെക്കൻഡിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഫയലാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുക്കുക. അപ്പോൾ ഇതിന് നല്ല രീതി MB സൈസ് കാണും. നമ്മൾ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴോ നല്ല രീതിയിലുള്ള MB സൈസ് കാണും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് വീഡിയോ കംപ്രസർ എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. 5 MB വരുന്നുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ ഈ ഒരു സൈസ് കുറയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കംപ്രസർ ഓപ്പൺ ആയി ചെയ്യാൻ നേരത്തേക്ക് നമ്മുടെ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുക. അപ്പോൾ അത് നമ്മൾ ക്വാളിറ്റി കുറയ്ക്കുകയാണെങ്കിലും നമ്മൾ ഇതിനെ സ്റ്റിക്കറായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ക്വാളിറ്റി ലോസ് ഒന്നും തോന്നത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും ലോ ക്വാളിറ്റിയിൽ ഇട്ടിട്ട് അതിൻ്റെ ക്വാളിറ്റി കുറച്ച് അതിൻ്റെ സൈസ് എല്ലാം കുറയ്ക്കുക. ഇപ്പം ഞാനിത് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്യുക. ഇതിൻ്റെ വീഡിയോ എല്ലാം കംപ്രസ് ആയി ഇതിൻ്റെ സൈസ് എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം EZ-GIF എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും EZ-GIF. അപ്പോൾ ഇതൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നമുക്ക് വീഡിയോയെ ഗിഫ് ആക്കാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുകളിലായിട്ട് വീഡിയോ ടു ഗിഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഹോം ബട്ടൻ്റെ അവിടെ ആയിട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോൾഡർ വരും. ചൂസ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു വീഡിയോ നമ്മൾ ഏതാണോ കംപ്രസ് ചെയ്ത ആ ഒരു വീഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പം ഇത് അപ്ലോഡ് ആവാൻ ഇച്ചിരി ടൈം എടുക്കും. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് കണക്കിരിക്കും. അപ്പോൾ ഇത് അപ്ലോഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് അതിനെ ഗിഫായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എൻഡ് ടൈം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ നേരെ നമ്മൾ അതിൻ്റെ അകത്ത് കൺവേർട്ട് ടു ഗിഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ലോഡായിട്ട് നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് അവിടെ ലോഡായിട്ട് അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഗിഫിൻ്റെ സൈസ് നോക്കിയാൽ കാണാൻ സാധിക്കും. നല്ലൊരു 3 MB സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗിഫിന് അത്രയും സൈസ് വന്ന് നമ്മൾ അതിനെ സ്റ്റിക്കർ ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സ്റ്റിക്കറിൻ്റെ സൈസൊക്കെ ഒരുമാതിരി കൂടിയ നിൽക്കും. അപ്പം നമ്മളത് കുറയ്ക്കാനായിട്ട് ഒപ്റ്റിമൈസ് ദ ഗിഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ബാറ് ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾ അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് അതിൻ്റെ സൈസ് കുറയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു MB അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളത് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്ത സ്റ്റെപ്പ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരെ വീഡിയോയെ ഗിഫ് ആക്കുക. ഗിഫിന് സൈസ് കൂടുതലാണെങ്കിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുക. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗിഫിനെ നമ്മൾ നേരെ വെബ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ ഹോം ബട്ടൻ്റെ അവിടെ ആയിട്ട് വെബ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ട് ഗിഫ് ടു വെബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ നേരത്തെ ആ ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗിഫ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും.
അപ്പം നിങ്ങൾ സെറ്റിങ്സ് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളൊന്നും വരുത്തണ്ട. നേരെ കൺവേർട്ട് ടു വെബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു വെബ് സേവ് ചെയ്യുക. ഇപ്പം ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു 90% ഈ ഒരു ആനിമേറ്റഡ് സ്റ്റിക്കറിൻ്റെ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത ആ ഒരു വെബ് ഫോർമാറ്റിനെ നമുക്ക് റീസെൻ്റായിട്ട് കിട്ടിയ ഒരു സ്റ്റിക്കറിനെ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റൊണാൾഡോയുടെ ഈ ഒരു സ്റ്റിക്കറാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സ്റ്റിക്കർ എൻ്റെ ആ ഒരു ഫേവററ്റ് ലിസ്റ്റിലോ അതുപോലെ തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു പാക്കിലോ ഈ ഒരു റൊണാൾഡോയുടെ സ്റ്റിക്കർ ഇല്ല. അപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സ്റ്റിക്കർ വേണം നമ്മളിങ്ങനെ ചെയ്യാൻ. അതായത് നമ്മുടെ കൂട്ടുകാർ അയച്ചു തരുന്ന ന്യൂ ആയിട്ടുള്ളൊരു സ്റ്റിക്കർ വേണം നമ്മളിങ്ങനെ ചെയ്യാൻ. അപ്പം നമ്മൾ ഇതിങ്ങനെ നോക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഫയൽ എടുക്കുക. ഫയലിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു വെബ് ഫോർമാറ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ അകത്ത് കൊണ്ടുപോവുക. മീഡിയ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ അകത്ത് കൊണ്ടുപോയതിന് ശേഷം സ്റ്റിക്കർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ്റെ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുള്ള റൊണാൾഡോയുടെ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അപ്പം നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു നെയിം ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഫുള്ള് സെലക്ട് ചെയ്യുന്നില്ല, എന്നാലും നിങ്ങൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി കൊടുക്കുക. എന്നിട്ട് ആ ഡോട്ട് കഴിഞ്ഞിട്ടുള്ള WP എന്ന് പറഞ്ഞ ആ ഒരു ഫോർമാറ്റ് മാറ്റിയിട്ട് നിങ്ങളവിടെ PNG എന്ന് പറഞ്ഞ ആ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റിയിടുക. അതിനുശേഷം നമ്മൾ നേരത്തെ ആ ഒരു കോപ്പി ചെയ്തിട്ടായിരുന്നല്ലോ ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റീനെയിം കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു നെയിം ഉണ്ടായിരുന്നല്ലോ അത് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ആ ഒരു റീസെൻറ്റ് ടാബിൽ നിങ്ങളുടെ വാട്സപ്പ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് അതിനുശേഷം നിങ്ങൾ നേരെ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നേരത്തെ ആ ഒരു പ്രൊഫൈലിൽ കണ്ട പോലെ തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ആ റൊണാൾഡോയുടെ ആ ഒരു ഫോട്ടോ പോയിട്ടുണ്ട്, അതായത് സ്റ്റിക്കർ പോയിട്ടുണ്ട്. അതിന് പകരം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം ഫേവററ്റ് ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾക്ക് ആർക്കാണെന്ന് വെച്ചാൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിലോട്ട് തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്പൺ ആയി കാണിച്ചു തരാം വർക്കിംഗ് ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എൻ്റെ വേറൊരു അക്കൗണ്ടിലോട്ടാണ് സെൻഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ വർക്കിംഗ് ആണ്. അപ്പോൾ നേരത്തെ മുകളിലുള്ള ആ റൊണാൾഡോയുടെ ഫോട്ടോയ്ക്ക് ഈ ഒരു പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അതിൻ്റെ അകത്ത് മാത്രമേ ആ ഒരു മാറ്റം വരുത്തുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും വരത്തില്ല. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 100% വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ വെച്ചിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ഇറങ്ങുന്ന ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.